അപ്പം ഇന്ന് പോവാട്ടാ മഞ്ചേരി പോവാണ്. വണ്ടി കിട്ടിയിട്ടില്ല. വണ്ടി ഇപ്പോൾ പിടിച്ചിട്ട് 2 ദിവസമായി. അപ്പോൾ ഏതായാലും ചുമയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പോയി നോക്കട്ടെ. ഇനിയിപ്പോൾ ഇന്ന് കിട്ടിയാൽ കിട്ടി. ഇപ്പോൾ ഇന്നലെ ഫൈനൊക്കെ അടച്ച് 11,300 അടച്ച് പോയോക്കെ കിട്ടും എന്നുള്ള പ്രതീക്ഷ ഉണ്ട്. അപ്പോൾ അതിനും വേണ്ടി പോകുന്ന പേപ്പറാണിത് വണ്ടീൻ്റെ. പോയോക്കട്ടെ. അപ്പം ഇനി ഏതായാലും പോയിട്ട് വരാം. അവിടുന്ന് കാണാം. ഈ ബസ്സിൽ 2-3 ബസ് ഉണ്ടാവും. 3 ബസ് മഞ്ചേരി വണ്ടി പിടിച്ചിട്ട് 2ാമത്തെ സെറ്റപ്പ്. നമുക്ക് എന്താ വെച്ചാൽ ഫൈൻ അടയ്ക്കാൻ വേണ്ടിയിട്ട് ഇന്ന് പോകാനുള്ളത് നമ്മുടെ മഞ്ചേരി ഉണ്ടായിരുന്ന നമ്മളെ ജിയോളജി ഓഫീസ് മലപ്പുറത്തേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ടാണ് പോകലുണ്ട്. അപ്പോൾ ഞാൻ പോണ പോക്കിൽ ബസ്സില്ല, വടക്കൻ ബസ്സിലായിട്ടാണ് കയറിയത്. വടക്കൻ ബസ്സിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം 2ാമത് കയറി ലാവർണ ബസ്സിലാട്ടെ. ലാവർണ ബസ്സിൽ ഭയങ്കര സെറ്റപ്പായിട്ടാണ്. നമ്മളെ വിളിച്ച അനൗൺസ്മെൻറ്റും കാര്യങ്ങളും സൈറ്റ് ബ്ലോക്കിലും ഒക്കെ കറക്റ്റ് പറഞ്ഞു തന്നിട്ടാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ സിവിൽ സ്റ്റേഷൻ മലപ്പുറം എത്തി. അതിൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ പുതിയ ജിയോളജി ഓഫീസ് വരുന്നുണ്ട്. മൈനിങ് ജിയോളജിൻ്റെ ഓഫീസ് വരുന്നത് അതിൻ്റെ ഉള്ളിലാട്ടോ മലപ്പുറത്തത്. നമ്മുടെ താലൂക്കിൻ്റെ ഉള്ളിലാണ്. ഒരുപാട് ഉള്ളിൽ അവിടെ എത്തിപ്പെടണം കേട്ടോ. കുറച്ച് നടക്കാനും ഉണ്ട്. അതിൻ്റെ ഉള്ളിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ ഒരുപാട് നേരം നിൽക്കണം കേട്ടോ. അവിടെ പോയി കഴിഞ്ഞാൽ നമ്മുടെ മനുഷ്യൻ്റെ നിലയും വിലയില്ലാത്ത സമയമാണ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ. എത്ര നേരം വേണമെങ്കിലും നിൽക്കാൻ നമ്മൾ തയ്യാറാണ്. കാരണം നമ്മളെ വണ്ടി അവിടെ കിടക്കല്ലേ. നമ്മളിപ്പോൾ എന്താ വെച്ചാൽ പാസ്സില്ലാത്തൊരു മുതൽ കയറ്റിയതാണ് സംഭവം. തെറ്റെന്താ വെച്ചാൽ അങ്ങനെ നിന്ന് വിഷന്നപ്പോൾ ഞാൻ ഭക്ഷണം കഴിച്ചിട്ടോ ഒരുപാട് നേരം നിന്നിങ്ങനെ കേട്ടോ. എൻ്റെ തൊട്ടടുത്ത ഹോട്ടലിൽ നല്ല ഭക്ഷണം ഉണ്ടായിരുന്നപ്പോൾ നമ്മളവിടെ പോയി നല്ലൊരു ഭക്ഷണവും കഴിച്ചു. കാരണം എന്താ വിഷമം നിന്നിട്ട് കാര്യമില്ല. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് റെഡിയായി. നമ്മളതിൻ്റെ ഫൈനൊക്കെ അടിച്ചതിൻ്റെ മെയിൽ അവിടുന്ന് പോയി എന്നുള്ളൊരു ഉറപ്പ് വന്നപ്പോൾ ഞങ്ങൾ അവിടുന്ന് ഒരു ഓട്ടോയിൽ കയറിയാണ്. നമ്മളെ കൂട്ടുകാർ 2 ആളുണ്ടായിരുന്നു കേട്ടോ. ഹർഷാദും പിന്നെ ഷെയ്ദും ഉണ്ടായിരുന്നു. അവർ 2 ആൾ ഓട്ടോയിൽ നമ്മളെ കയറി. അങ്ങനെ മലപ്പുറത്ത് വീണ്ടും മഞ്ചേരി ഇട്ടു. മഞ്ചേരി പഴയ സിവിൽ സ്റ്റേഷൻ്റെ അടുത്തൊക്കെ എത്തി ഞങ്ങൾ വന്ന്. പിന്നുള്ളത് നമ്മൾ താലൂക്കിലേക്ക് അടുത്തുണ്ട്. ഏറനാട് താലൂക്കിലാട്ടോ. ഏറനാട് താലൂക്കിൽ തഹസിൽദാർ ഇതിലാണ് ഇനിയിപ്പോൾ നമുക്കുള്ളത്. തഹസിൽദാർ മെയിൽ എത്തിയെന്ന് പറഞ്ഞ് തഹസിൽദാർ മെയിൽ എത്തിക്കഴിഞ്ഞ് നമ്മുടെ കയ്യിൽ ഒന്ന് ഒപ്പിട്ട് തന്നാൽ നമ്മളെ വണ്ടി റിലീസായിട്ടോ. അങ്ങനെ ഏറനാട് താലൂക്കിൻ്റെ ഉള്ളിൽ നല്ല വൃത്തിയാക്കി കേട്ടോ. ചെടിയും കാര്യങ്ങളൊക്കെ വെച്ച് അങ്ങനെ ക്ഷമയോട് നിന്നതിൻ്റെ ശേഷം നമ്മളെ ചാവിയും കാര്യങ്ങളൊക്കെ നമ്മളെ കയ്യിൽ കിട്ടില്ല. അങ്ങനെ നമ്മളെത്തിയപ്പോൾ നമ്മളെ കച്ചേരിപ്പടി ബസ് സ്റ്റാൻഡിലെത്തിയപ്പോൾ നമ്മളെ വണ്ടീൻ്റെ അവിടെ കിടക്കുന്ന കുഴപ്പങ്ങളൊന്നുമില്ല കേട്ടോ. ആ ലോഡ് തന്നെയാണ് കിടക്കേണ്ടത്. അന്ന് എങ്ങനെ നിർത്തിയോ അതേമാതിരി തന്നെ നിൽക്കുന്നുണ്ട്. ബാറ്ററി ഞാൻ പിന്നെ നമ്മളെ പെട്ടിയിലിട്ട് പൂട്ടി വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ വണ്ടി നിൽക്കണതാണ്. ഇതാണ് നമ്മളെ കൂട്ടുകാർ 2 വണ്ടി കേട്ടോ. കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരെ 2 വണ്ടിയാണിത്. ഇപ്പം ഒന്നും പറയേണ്ട. ബാറ്ററി ഞാൻ ആ പെട്ടിയിൽ നിന്ന് എടുത്തു. പുതിയ ബാറ്ററി വാങ്ങി തന്നെ എൻ്റെ ഒരു വിഷമം ഉണ്ടായിരുന്നു. പോകുമെന്നുള്ള പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു. പഠിച്ചോ അതൊന്നും ഉണ്ടായില്ല. നല്ല ഉഷാറായിട്ടാണ് എനിക്ക് കിട്ടിയിട്ടോ. അപ്പോൾ ഇത് അവനും ഇതേമാതിരി ബാറ്ററിയും കാര്യങ്ങളൊക്കെ കുടുക്കി ടയറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് എല്ലാവരും ഇറങ്ങിയിട്ട് ഞങ്ങൾ 2 ആളും സെറ്റായിട്ട് ഇറങ്ങിയിട്ടാണ്. കാരണം അത് നമ്മളെ വണ്ടി പായൊക്കെ ഇട്ട് സെറ്റായി ഇനി ഇറങ്ങാനുള്ള പരിപാടി കേട്ടോ. സംഗതി നമുക്കൊരു നാശനഷ്ടം വന്നില്ല കേട്ടോ. ബാറ്ററിയോ ഡീസലോ കാര്യങ്ങളോ ഒന്നും കംപ്ലൈൻറ്റ് ആരും ഒന്നും വരുത്തിയില്ല കേട്ടോ. കാരണം എത്രയും കുടുങ്ങിക്കണവൻ്റെ തലയിൽ ഇനി എന്ത് വന്നാലും എന്ത് കാര്യമുണ്ട്. അങ്ങനെ ഞാനിത് ആ കച്ചേരിപ്പടി ബസ് സ്റ്റാൻഡിൽ വണ്ടി എടുത്ത് പോരും കേട്ടോ. അങ്ങനെ എത്തിയേക്ക് കച്ചേരിപ്പടി നിങ്ങൾ തിരിഞ്ഞേക്ക് സിഗ്നലിൻ്റെ അടുത്ത് നല്ല ബ്ലോക്ക് കിട്ടും. ഒരുപാട് നേരം സിഗ്നലിൻ്റെ അവിടെ ചോദിപ്പോൾ അങ്ങനെ ഞങ്ങൾ നാട്ടിലേക്ക് എത്തിയിട്ടോ. നാട്ടിലെത്തിയിട്ട് നമ്മളെ പഴയ സൈറ്റിലേക്കുള്ള ലോഡിന് വേണ്ടിയിട്ടാണ് ഞാൻ പോയത് അങ്ങോട്ട്. അങ്ങനെ എത്തിക്കപ്പോൾ എന്താ വെച്ചാൽ നമ്മളെ പഴയ സൈറ്റിക്ക് തന്നെ ആ കല്ല് പറ്റുള്ളൂ. നമ്മൾ ആ ഇറക്കി കൊടുത്ത് കനം കുറവുള്ള കല്ലായത് കാരണം അത് തന്നെ അവിടെ പറ്റുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മൾ ഇറക്കാനുള്ള ആളൊക്കെ സെറ്റ് ചെയ്ത് അന്ന് കയറ്റിയ ആളെ തന്നെ ഇറക്കാനും കൊണ്ടുവന്നു കേട്ടോ. അവനും വെച്ച് ഫുള്ള് ഇറക്കി കഴിഞ്ഞ് സെറ്റ് ചെയ്തിട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ നമ്മളെ കല്ലിൻ്റെ ഒരുപാട് നാളത്തെ ദിവസങ്ങളെ ഒരു പ്രതീക്ഷയും കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ ഈ എന്നും ജോലിക്കും വേണ്ടി കഷ്ടപ്പെട്ട് പോയിട്ട് നമ്മളൊരു വണ്ടി ലോക്കായി നിൽക്കുന്ന അവസ്ഥ എന്ന് തന്നെ 10,000-12,000 റുപ്യ 13,000 മുടക്കിയിട്ട് നമ്മൾ വണ്ടി കയ്യിൽ കിട്ടിയതിൻ്റെ അവസ്ഥയാണ്. ഇനിയിപ്പോൾ എങ്ങനെയെങ്കിലും ഓടിയിട്ട് നമുക്ക് ഉണ്ടാക്കാമെന്നുള്ള. ഇനി ഏതായാലും നമുക്ക് വണ്ടി കൊടുക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കാം. കൊണ്ടുപോകല അവലമെടുക്കും, കൊടുക്കാതിരിക്കാൻ നോക്കില്ല നമ്മളെ എടുക്കുവാണ്. എന്ത് പറഞ്ഞാലും കാര്യമില്ല. അവരവരെ കാര്യങ്ങൾ അവരവരെ ജോലി ചെയ്യണു, അത്രയേ ഉള്ളൂ. നമ്മൾ നമ്മുടെ ജോലി ചെയ്യണു. നമുക്ക് ജീവിക്കാൻ വേണ്ടി വയറ്റപ്പേപ്പിന് വേണ്ടി നമ്മൾ പണിയെടുക്കണു. അവർ ഓരോ കംപ്ലൈൻറ്റും പരാതിൻ്റെ ഒക്കെ പുറത്ത് ഓരോ കോറികളിൽ വരുന്നു, റൈഡ് ചെയ്യണു, വണ്ടി പിടിക്കണു, കാര്യങ്ങളൊക്കെ ചെയ്യണു, അത്രയേ ഉള്ളൂ. നമുക്ക് എന്തായാലും നമുക്ക് എത്ര പിടിച്ചാലും നമുക്ക് നമ്മളെ ജോലി എടുത്താലല്ലേ നമ്മളെ കുടുംബത്തിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അപ്പോൾ എന്ത് തന്നെ ആയാലും ഇന്നിഞ്ഞ് പിടിച്ച് നാളഞ്ഞ് പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ യോഗ്യഭാഗ്യം എന്നുള്ള ലെവലിലല്ലാതെ അപ്പോൾ നമുക്കിതിലൊന്നും പറയാനില്ല. കാരണം ഇത് അങ്ങനെ തന്നെയല്ല. ഇപ്പം നിലവിൽ ഇപ്പോൾ 1.5 മാസത്തിൻ്റെ ഇടയ്ക്ക് 2ാമത്തെ പിടുത്താണ് പഠിക്കേണ്ടത്. ഇപ്പോൾ ഏതാണ്ട് നിലവിൽ 25,000 റുപ്യോളം നിലവിൽ മൊത്തം കൊണ്ടേ കൊടുത്തു 1.5 മാസത്തിൻ്റെ ഇടയിൽ. അതിലിടയ്ക്ക് വർഷാപ്പ് പണി വേറെയും വന്നൊക്കെ കൂടി കഴിഞ്ഞ് വരുമ്പോൾ ഈ സാധാരണക്കാരനായ നമ്മളടുത്ത് ഒന്നും ഉണ്ടാവില്ല. യഥാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ അതാണ് ഇതിൻ്റെയൊക്കെ അവസ്ഥ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.